നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത്. 15 എപ്പിസോഡുകൾ, ഓരോ എപ്പിസോഡുകളിലും 3 സെഗ്മെന്റുകൾ, ഇങ്ങനെയായിരുന്നു മിസ്റ്റർ ബീൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. 1990-ൽ സ്റ്റാർട്ട് ചെയ്ത് 95-ലായിരുന്നു മിസ്റ്റർ ബീൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള മിസ്റ്റർ ബീന്റെ കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? അതായത് മിസ്റ്റർ ബീൻ വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നതാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, പണ്ട് നമ്മൾ കണ്ടിട്ട് മനസ്സിലാകാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ തോന്നുന്നുണ്ടോ എന്നെല്ലാം തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ എല്ലാ എപ്പിസോഡ്സും വെട്ടി നോക്കി പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. മിസ്റ്റർ ബീന്റെ ഈ സീരീസ് എഴുതിയിട്ടുള്ളത് റോവാൻ ആറ്റ്കിൻസൺ എന്ന് പറഞ്ഞിട്ടുള്ള മിസ്റ്റർ ബീനായി അഭിനയിച്ച വ്യക്തി തന്നെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാത്ത കാര്യമാണെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോളൂ. ആദ്യത്തെ എപ്പിസോഡിന്റെ പേര് മിസ്റ്റർ ബീൻ. ആദ്യത്തെ എപ്പിസോഡിൽ മിസ്റ്റർ ബീൻ അദ്ദേഹത്തിന്റെ മിനി കൂപ്പറുമായിട്ട് വരുന്നുണ്ട്. ഇതിൽ മിനി കൂപ്പറിന്റെ കളർ പച്ചയല്ല, പകരം ഓറഞ്ച് ആയിരുന്നു. എക്സാമിനേഷൻ ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബോർഡിൽ തന്റെ മിനി കൂപ്പർ കൊണ്ടിടിക്കുകയാണ് മിസ്റ്റർ ബീൻ. എന്നിട്ട് തന്റെ കാറിൽ നിന്നും ബാഗ് എടുത്തു വെച്ച്, സാധാരണ ഒരു കാറിന്റെ ഡോർ പൂട്ടുന്നത് പോലെയല്ലാതെ താഴിട്ട് പൂട്ടുന്നതും, പൂട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ കാറിന്റെ തന്നെ ഗ്ലാസ് തുറന്ന് അകത്തേക്ക് ആ ചാവി എടുത്ത് വലിച്ചെറിയുന്നതുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിക്കുന്നത് എക്സാം ഹാളാണ്. സൈലൻസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. എക്സാമിന്റെ ഇൻവിജിലേറ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. മിസ്റ്റർ ബീൻ കയറി വന്നു. രണ്ടാമത്തെ ബെഞ്ചിലാണ് മിസ്റ്റർ ബീൻ ഇരിക്കുന്നത്. മിസ്റ്റർ ബീന്റെ അടുത്തിരിക്കുന്ന സഹപാഠിയെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, റിവിഷൻ എല്ലാം തന്നെ കഴിഞ്ഞു എന്ന്. ഓ കഴിഞ്ഞു, ഞാൻ ട്രിഗണോമെട്രിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നും മിസ്റ്റർ ബീൻ പറഞ്ഞു. പക്ഷെ ഞാൻ കാൽക്കുലസിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നായിരുന്നു സുഹൃത്തിന് മറുപടി. അപ്പോൾ ഇൻവിജിലേറ്റർ എക്സാം ഒരു 2 മിനിറ്റിനുള്ളിൽ തുടങ്ങുമെന്ന് പറഞ്ഞു. എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടത്തണമല്ലോ. സുഹൃത്ത് തന്റെ കയ്യിലുള്ള ഒരു പേന എടുത്ത് ഡെസ്കിൽ വെച്ചു. മെയിൽ ഈഗോ ആണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ബീനും തന്റെ കയ്യിലുള്ള ഒരു പേന എടുത്ത് ഡെസ്കിൽ വെച്ചു. സുഹൃത്തിന് ഈഗോ പ്രശ്നമായി. അദ്ദേഹം ചെറിയൊരു പെൻസിൽ കഷ്ണം എടുത്ത് ഡെസ്കിൽ വെച്ചു. നമ്മുടെ ബീനുണ്ടോ വിട്ടുകൊടുക്കുന്നു, വലിയൊരു പെൻസിൽ എടുത്ത് ഡെസ്കിൽ വെച്ചു. എന്നിട്ട് സുഹൃത്തിനെ ഒന്ന് കളിയാക്കി ചിരിച്ചു. പക്ഷെ അതിലും നിർത്തിയില്ല. അതാ വരുന്നു ഒരു പേന, 2 പേന, 3 പേന, 4 പേന, 5 പേന. 5 പേനകളായിരുന്നു ബീന്റെ കോട്ടിന്റെ അകത്തു നിന്നും വന്നത്. അപ്പുറത്തെ സൈഡിലെ കോട്ടിൽ നിന്നും എന്തോ തടയുന്നുണ്ടെന്ന് പറഞ്ഞ് ബീൻ അവിടെ നിന്നും ഒരു കൊട്ട പേനയാണ് പുറത്തേക്ക് എടുക്കുന്നത്. അതിലും തീർന്നില്ല, തന്റെ ബാഗ് എടുത്തുകൊണ്ട് ബെഞ്ചിൽ വെച്ച് അത് തുറന്ന് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ബീൻ എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ചെറിയൊരു കളിപ്പാട്ടം, ഒരു പോലീസുകാരന്റെ കളിപ്പാട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പിങ്ക് പാന്തറിന്റെ ഒരു ടോയ്, അതും കൊണ്ടാണ് ബീൻ എക്സാം എഴുതാൻ വന്നത്. പിന്നീട് ഒരു അലാം ക്ലോക്കും കൂടി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. എക്സാം എഴുതാൻ വന്നതാണോ അതോ ഇവിടെ കളിച്ചിരിക്കാൻ വന്നതാണോ എന്നാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുക. അങ്ങനെ എക്സാം സ്റ്റാർട്ടായി. എല്ലാവരോടും പേപ്പർ എടുത്ത് ക്വസ്റ്റ്യൻ നോക്കാൻ വേണ്ടി പറഞ്ഞു. ക്വസ്റ്റ്യൻ കണ്ടതോടെ ബീനിന്റെ കിളി പോയി. കാരണം ബീൻ നോക്കാത്ത കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അങ്ങേരുടെ കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. ആ മോനെ, തനിക്ക് അറിയുന്ന കാര്യങ്ങൾ അപ്പുറത്തെ സൈഡാകുമെന്ന് വിചാരിച്ച് പേപ്പറിന്റെ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ അവിടെയും തനിക്ക് അറിയുന്ന കാര്യങ്ങളില്ല. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ പേരും റോൾ നമ്പറും എഴുതി വെച്ച് ഒരു കുത്തുകൂടി ഇട്ടിട്ടായിരുന്നു ബീൻ സ്റ്റാർട്ട് ചെയ്തത്. തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് മരണ എഴുത്തും എഴുതുന്നുണ്ട്. അത് നോക്കി എഴുതാൻ വേണ്ടി ബീൻ ശ്രമിച്ചപ്പോൾ സുഹൃത്ത് അതിനെ സമ്മതിക്കാതെ ഇരിക്കുന്നതും നമ്മൾ കണ്ടു. സുഹൃത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ശബ്ദമുണ്ടാക്കി അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞ് വേഗം അദ്ദേഹത്തിന്റെ പേപ്പറിൽ നോക്കി കോപ്പി അടിക്കുന്ന ബീനിനെയായിരുന്നു അടുത്ത സീനിൽ കണ്ടത്. തനിക്ക് ആൻസർ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ നിൽക്കുന്ന ബീനിന് കിട്ടിയത് ഒരു വലിയ നിരാശയായിരുന്നു. കാരണം സുഹൃത്ത് എഴുതിയ ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു. സുഹൃത്ത് അപ്പോൾ തന്നെ ആ ഒരു പേപ്പർ ചുരുട്ടി മടക്കി പുറകിലോട്ട് എറിഞ്ഞു. കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്ന ആ ആൻസർ എന്നെ കൊണ്ട് മായ്പിച്ച് കളഞ്ഞല്ലോ മഹാഭാവി എന്നുള്ളതായിരുന്നു ബീൻ അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അടുത്ത ടെക്നിക്കുമായിട്ട് ബീൻ വരുന്നുണ്ട്. സുഹൃത്തിന്റെ അടുത്തേക്ക് മെല്ലനെ മെല്ലനെ നീങ്ങി പോകുന്ന ബീനിനെയാണ് നമ്മൾ കണ്ടത്. സുഹൃത്ത് ഒരു പേപ്പർ എഴുതി അടുത്ത പേപ്പർ എടുത്തപ്പോൾ ആ എഴുതി വെച്ച പേപ്പർ എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കുറെ പരാക്രമങ്ങൾ ബീൻ നടത്തിയിട്ടുണ്ടായിരുന്നു. കോപ്പിയടിയുടെ ആശാൻ തന്നെയാണ് ബീൻ. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്ന സമയത്ത് സുഹൃത്ത് അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ സുഹൃത്തിന്റെ പേപ്പർ എടുത്ത് പെട്ടെന്ന് പകർത്തി എഴുതുന്ന, കോപ്പി അടിച്ച് എഴുതുന്ന ബീനിനെ നമ്മൾ കണ്ട്. ഇതോടെ സുഹൃത്തിന്റെ ഭയങ്കര ദേഷ്യം പിടിച്ച് അദ്ദേഹം ആ പേപ്പർ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ ഒരു പേന താഴെയിട്ട് ടേബിളിന്റെ അടിയിലൂടെ മെല്ലനെ പോയി അപ്പുറത്തെ സൈഡിൽ പൊങ്ങി വന്ന് ആ പേപ്പറിലുള്ള കാര്യങ്ങൾ നോക്കി എഴുതുകയാണ് നമ്മുടെ സ്വന്തം മിസ്റ്റർ ബീൻ. ആ വഴി മടഞ്ഞെന്ന് കണ്ടപ്പോൾ മമ്മി എന്ന് വിളിച്ച് ആ ടേബിളിൽ കിടക്കുന്ന മിസ്റ്റർ ബീനെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ എക്സാം കഴിയാൻ വേണ്ടിയിട്ട് വെറും 2 മിനിറ്റുകൾ മാത്രം ബാക്കി. അപ്പോൾ ഇൻവിജിലേറ്റർ പറഞ്ഞു, നിങ്ങൾ പച്ച കളറിലുള്ള കാൽക്കുലസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്തതെന്നുണ്ടെങ്കിൽ പച്ച കളറിലുള്ള കവറിലിട്ട് വെച്ചോളൂ. അതല്ല വെള്ള കളറിലുള്ള ട്രിഗണോമെട്രിയാണ് ആൻസർ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് വെള്ള കളറിലുള്ള കവറിലിട്ട് വെച്ചോളൂ എന്ന്. അപ്പോഴാണ് നമ്മുടെ ബീനിന് കത്തിയിട്ടുള്ളത്. ട്രിഗണോമെട്രിയും ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു, കാൽക്കുലസ് മാത്രമല്ല താൻ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ തന്റെ തൊട്ടു മുൻപിൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നുവെന്ന്. അവിടെ നിന്ന് അങ്ങോട്ടൊരു 1.5 എഴുത്തായിരുന്നു മക്കളെ. ബീൻ എഴുതാൻ തുടങ്ങി അപ്പോൾ തന്നെ ഇൻവിജിലേറ്റർ പറഞ്ഞു, സ്റ്റോപ്പ് റൈറ്റിംഗ്, ഐ സേ സ്റ്റോപ്പ് റൈറ്റിംഗ്, വിൽ യു സ്റ്റോപ്പ് റൈറ്റിംഗ്. അത് പറഞ്ഞപ്പോൾ ആ പേന എടുത്ത് എറിയലും ബീന്റെ അലാറം അടിക്കലും
വരുന്നതും ആ ദേഷ്യത്തിന് അലാറത്തിൽ പിടിച്ച് 2 അടി കൊടുക്കുന്നതുമായിരുന്നു നമ്മൾ കണ്ടത്. ഇതായിരുന്നു ആദ്യത്തെ എപ്പിസോഡിലെ ആദ്യത്തെ ഭാഗം. ഓരോ എപ്പിസോഡിലും 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ.